കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 5th സെമസ്റ്റർ BASociologyയിലെ സോഷ്യോളജി ഓഫ് റൂറൽ ആൻഡ് അർബൻ സൊസൈറ്റീസിലെ സെക്കൻഡ് മൊഡ്യൂൾ കോൺസെപ്റ്റ് ആൻഡ് പെർസ്പെക്റ്റീവ്സ് അതിൻ്റെ പാർട്ട് 2 ആണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. അർബൻ സോഷ്യൽ ലൈഫ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഒരൊറ്റൊരു സോഷ്യോളജിസ്റ്റിനെ ബേസ് ചെയ്തിട്ട് അർബൻ സോഷ്യൽ ലൈഫ് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ വ്യത്യസ്തമായ സോഷ്യോളജിസ്റ്റുകളുടെ കാഴ്ചപ്പാടിലൂടെയാണ് അർബൻ സോഷ്യൽ ലൈഫ് വിശദീകരിച്ചിട്ടുള്ളത്. ഇതിൽ ആദ്യത്തെ പറയുന്നത് എമിൽ ഡർക്കെയിമിൻ്റെ ഡിവിഷൻ ഓഫ് ലേബർ ദ മോറൽ ബേസിസ് ഓഫ് ദ കമ്മ്യൂണിറ്റി. ഇത് ദ ഡിവിഷൻ ഓഫ് ലേബർ ഇൻ സൊസൈറ്റി എന്ന് പറയുന്നത് എമിൽ ഡർക്കെയിം പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ബുക്കാണ് 1893. ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്നത് തൊഴിൽ വിഭജനം എന്നാണ് അർത്ഥം. തൊഴിൽ വിഭജനം സാമ്പത്തിക താല്പര്യങ്ങൾക്കപ്പുറമാണെന്നാണ് ഈ പുസ്തകത്തിൽ എമിൽ ഡർക്കെയിം പറഞ്ഞു വെക്കുന്നത്. അതുപോലെ ഈ ഒരു തൊഴിൽ വിഭജന പ്രക്രിയയിൽ അതൊരു സമൂഹത്തിനുള്ളിൽ സാമൂഹികവും ധാർമ്മികവുമായ ക്രമം സ്ഥാപിക്കുന്നു. അതായത് ഇതിനകം രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു സമൂഹത്തിലെ അംഗങ്ങൾക്ക് മാത്രമേ ഈ തൊഴിൽ വിഭജനം ബാധിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം നമ്മുടെ നഗരവൽക്കരണം അർബണൈസേഷനെ പരസ്പരാധിഷ്ഠിതമായ സാമൂഹിക ഐക്യത്തിൻ്റെ പുതിയ രൂപം സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. ഈ അർബണൈസേഷൻ കാരണം പരസ്പരാധിഷ്ഠിതമായ സാമൂഹിക ഐക്യത്തിൻ്റെ പുതിയൊരു രൂപമാണ് അവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതെന്നാണ് ആര് പറയുന്നത്? എമിൽ ഡർക്കെയിം പറയുന്നത്. അതുപോലെ അദ്ദേഹം 2 തരത്തിലുള്ള സോഷ്യൽ സോളിഡാരിറ്റീസ് ഇവിടെ പറയുന്നുണ്ട്. അതായത് സാമൂഹിക ഐക്യദാർഢ്യങ്ങൾ 2 തരത്തിലാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒന്ന് മെക്കാനിക്കൽ സോളിഡാരിറ്റിയും 2 ഓർഗാനിക് സോളിഡാരിറ്റിയും. ഇവിടെ മെക്കാനിക്കൽ സോളിഡാരിറ്റി അല്ലെങ്കിൽ മെക്കാനിക്കൽ ഐക്യദാർഢ്യം എന്ന് പറയുന്നത് ഒരു ഇടനിലക്കാരനുമില്ലാതെ ഒരു വ്യക്തിയെ സമൂഹവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നതാണ്. അതായത് സമൂഹം അസംഘടിതമാണ്, ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങളും ഒരേ കൂട്ടം അതായത് ഒരുപോലത്തെ ജോലികൾ ചെയ്യുന്നു, അതുപോലെ അടിസ്ഥാന വിശ്വാസങ്ങൾ ഒരേപോലെ പങ്കിടുകയും ചെയ്യുന്നു. ഇതിനാണ് നമ്മൾ മെക്കാനിക്കൽ ഐക്യദാർഢ്യം എന്ന് പറയുന്നത്. മറുവശത്ത് നമ്മൾ ഓർഗാനിക് ഐക്യദാർഢ്യം അല്ലെങ്കിൽ ഓർഗാനിക് സോളിഡാരിറ്റി എന്ന് പറയുന്നത് സമൂഹം കൂടുതൽ സങ്കീർണമാണ്. ഇവിടെ കൃത്യമായ ബന്ധങ്ങളാൽ ഏകീകരിക്കപ്പെട്ട ഒരു വ്യത്യസ്ത പ്രവർത്തനങ്ങളുടെ ഒരു സംവിധാനമാണ് ഇവിടെ കാണുന്നത്. ഓരോ വ്യക്തിക്കും ഒരു പ്രത്യേക ജോലിയോ ചുമതലയോ ഉണ്ടായിരിക്കും. അവർക്ക് സ്വന്തമായ വ്യക്തിത്വവും വ്യത്യസ്തമായ ജോലികളും ആയിരിക്കും ഉണ്ടാവുക. ഇത്രയും കാര്യങ്ങളാണ് എമിൽ ഡർക്കെയിം അദ്ദേഹത്തിൻ്റെ ഡിവിഷൻ ഓഫ് ലേബർ എന്ന പുസ്തകത്തിൽ സോഷ്യൽ അർബൻ ലൈഫിനെ കുറിച്ച് പറഞ്ഞു വെക്കുന്നത്. രണ്ടാമത്തേതായി പറയുന്നത് മാക്സ് ആൻഡ് എഗ്ലസിൻ്റെ ദ ടൗൺ, ദ കൺട്രി ആൻഡ് ദ ക്യാപിറ്റലിസ്റ്റ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ. ഇതിൽ പറയുന്നത് മുതലാളിത്തം ഒരു ഉൽപ്പാദന രീതിയാണെന്നാണ്. സമ്പദ് വ്യവസ്ഥയെ സംഘടിപ്പിക്കുന്നതിനും സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ചിലവുകളും നേട്ടങ്ങളും അനുവദിക്കുന്നതിനുമുള്ള ഒരു പ്രത്യേക മാർഗമാണ് ഉൽപ്പാദന രീതി, അതായത് മോഡ് ഓഫ് പ്രൊഡക്ഷൻ. ഇവരുടെ അഭിപ്രായത്തിൽ നഗരത്തിൻ്റെ ഉദയം ക്രൂരതയിൽ നിന്നും നാഗരികതയിലേക്കുള്ള മാറ്റമായാണ് കാണുന്നത്. അതുപോലെ തന്നെ മാക്സും എഗ്ലസും വിശ്വസിക്കുന്നത് ജനങ്ങൾ രാഷ്ട്രീയവും സാമ്പത്തികവുമായ സ്വാതന്ത്ര്യം തിരിച്ചറിയുന്നു എന്നാണ്. എന്നാൽ നഗരവൽക്കരണത്തിൻ്റെ അനന്തരഫലങ്ങൾ സമൂഹത്തിന് ഹാനികരമാണെന്നും അവർ വിശ്വസിക്കുന്നു. അതായത് അർബണൈസേഷൻ്റെ ഒരുപാട് ഗുണങ്ങൾ പറയുമ്പോഴും അർബണൈസേഷൻ്റെ അനന്തരഫലങ്ങൾ, ദോഷങ്ങൾ സമൂഹത്തിന് എപ്പോഴും ഒരു ബേർഡൻ ആണെന്നാണ് അവർ പറഞ്ഞു വരുന്നത്. അടുത്തതായി പറയുന്നത് മാക്സ് വെബറിൻ്റെ ദ സിറ്റി ആൻഡ് ദ ഗ്രോത്ത് ഓഫ് റാഷണാലിറ്റി. ഇതിൽ മാക്സ് വെബർ നഗരത്തിൻ്റെ സാമൂഹിക ഘടനയുടെ സ്ട്രക്ചർ നിർവചിച്ചിരിക്കുന്നത് 5 വ്യത്യസ്തമായ പോയിന്റുകളിലൂടെയാണ്. അതിൽ ഒന്നാമത്തെ നോക്കുമ്പോൾ സാമ്പത്തിക വീക്ഷണത്തിൽ വ്യാപാര അല്ലെങ്കിൽ വാണിജ്യ ബന്ധങ്ങളാണ്. അതായത് വിപണന കേന്ദ്രങ്ങൾ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് സ്വന്തമായ കോടതിയും നിയമവും ഉണ്ടായിരിക്കുക, അതായത് നിയമപരമായ വീക്ഷണത്തിലാണ് അവിടെ പറയുന്നത്. മൂന്നാമത്തേത് ഭാഗികമായ രാഷ്ട്രീയ സ്വയംഭരണം ഉണ്ടായിരിക്കുക, അതായത് പൊളിറ്റിക്കൽ വ്യൂ, രാഷ്ട്രീയ വീക്ഷണത്തിൽ. നാലാമത്തെ പോയിന്റ് പറയുന്നത് സ്വയം പ്രതിരോധത്തിന് സൈനിക സ്വയം പര്യാപ്തത. ഇത് അഡ്മിനിസ്ട്രേറ്റീവ് കാഴ്ചപ്പാടിലാണ് പറയുന്നത്. അഞ്ചാമത്തെ പോയിന്റ് പറയുന്നത് അസോസിയേഷനുകളുടെ രൂപങ്ങളാണ്. അതായത് സാമൂഹിക പങ്കാളിത്തം ഉറപ്പുവരുത്തുക. വ്യക്തികൾ സാമൂഹിക ബന്ധങ്ങളിലും സംഘടനകളിലും ഏർപ്പെടുന്നു. ഇത് സാമൂഹിക കാഴ്ചപ്പാടിലാണ് ഇവിടെ പറയുന്നത്. ഇത്രയുമാണ് നമ്മളിവിടെ മാക്സ് വെബറിൻ്റെ നഗരത്തിൻ്റെ സാമൂഹിക ഘടനയെ നിർവചിച്ചിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ വെച്ചാണ്. അർബൻ സോഷ്യൽ ലൈഫിൽ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ടോണിസിൻ്റെ ദ ഡിറ്റോച്ചമി മോഡലാണ്, അതായത് ദ്വിമുഖ മോഡൽ. ഇതിൽ മെയിനായിട്ട് ജെമിൻ ഷാഫ്റ്റും ജഷൽ ഷാഫ്റ്റുമാണ് പറയുന്നത്. പ്രൈമറി സെക്കൻഡറി ഗ്രൂപ്പുകൾ എന്ന ആശയത്തോട് സാമ്യമുള്ളതാണ് ജെമിൻ ഷാഫ്റ്റ് അല്ലെങ്കിൽ ജഷൽ ഷാഫ്റ്റ് എന്ന് പറയുന്നത് എന്നീ 2 ആശയങ്ങൾ.
ഫെർഡിനാൻഡ് സ്റ്റോണിസ് 1887 ഇത് വികസിപ്പിച്ചെടുത്തത്. ഏകദേശം കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ സൊസൈറ്റി എന്നിങ്ങനെയാണ് ഇതിനെ വിവർത്തനം ചെയ്യുന്നത്. മിക്ക ബന്ധങ്ങളിൽ നിലനിൽക്കുന്ന ഒരു സാമൂഹിക വ്യവസ്ഥയാണ് ജെമിൻഷാഫ്റ്റ്. വ്യക്തിപരമായോ പരമ്പരാഗതമായോ അല്ലെങ്കിൽ പലപ്പോഴും രണ്ടുമായും ഇത് കാണപ്പെടാറുണ്ട്. അർബൻ സോഷ്യൽ ലൈഫിൽ അടുത്ത പോയിൻ്റായി പറയുന്നത് ജോർജ് സിമ്മറിൻ്റെ ദ മെട്രോപോളിസ് ആൻഡ് മെൻ്റൽ ലൈഫാണ്. അദ്ദേഹം രചിച്ച ഒരു ഉപന്യാസമാണ് മെട്രോപോളിസും മാനസിക ജീവിതവും എന്നത്. അദ്ദേഹത്തിൻ്റെ നഗരത്തിലെ ജീവിതത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങൾ ഇതിൽ വിശദീകരിക്കുന്നുണ്ട്. ഇതിൽ പ്രധാനമായും സമൂഹത്തിൻ്റെ മാനസിക വശങ്ങളാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ പറയുന്നത്. മൂന്നാമത്തെ മൊഡ്യൂളിൻ്റെ വീഡിയോ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യുന്നതാണ്. എത്രയും പെട്ടെന്ന് വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്തിടുക. അതുപോലെ നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കളുമായി ലിങ്ക് ഷെയർ ചെയ്യുക. അവർക്കും ഇത് പഠനത്തിനായി ഉപകാരപ്പെടും.